ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലമാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട്. തണുപ്പുകാലത്തുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ചേരുന്നത് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി രാജേന്ദ്രനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്ക് ഡോക്ടറോട് സംശയം ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, മഴക്കാലത്ത് എന്തെല്ലാം തരം ശ്വാസകോശ രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട്? ഏതെല്ലാം രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്? മഴക്കാലം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളുടെ നാട്ടിൽ പറയുക പനിക്കാലമാണ്. കൊതുകുജന്യ രോഗങ്ങളുടെ കാലം, പിന്നെ നമ്മളുടെ ഇൻഫ്ലുവൻസ മുതലായ പനി, തൊണ്ടവേദന, ന്യൂമോണിയ എന്നീ അസുഖങ്ങളുടെ കാലം. അതിൻ്റെ കൂടെ തന്നെ ആസ്മ, COPD എന്നീ ശ്വാസമുട്ട് രോഗങ്ങളുള്ളവർക്ക് ഈ കാലം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ശ്വാസം മുട്ട് സാധാരണ ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലായി നമ്മൾ കാണപ്പെടുന്നു. ഇത് നമ്മൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് രോഗമാണെങ്കിലും ഏത് തരം പനിയാണെങ്കിലും അത് മൂർച്ഛിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ആ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഡെങ്കിപ്പനി എടുത്താലും എലിപ്പനി എടുത്താലും ആ രോഗത്തിൽ ശ്വാസമുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ വളരെ വിഷമതയേറിയ ഒരു സ്റ്റേജിലേക്ക് കടന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ എന്ന രോഗം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന വൈറൽ പനി അത് വരുന്ന സമയം. നമ്മളിപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വളരെയധികം പടർന്നു നന്നായിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇൻഫ്ലുവൻസ രോഗത്തിൻ്റെ വകഭേദങ്ങളാകുന്നു. ഇത് നമുക്ക് സാധാരണ പണ്ട് കൊറോണ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പോലെ മൂക്കൊലിപ്പ്, തൊണ്ടയടപ്പ് എന്നീ അവസ്ഥയുണ്ടാക്കാം. എന്നാൽ ചിലതരം രോഗികളിൽ ഇത് ന്യൂമോണിയ ബാധിക്കാനുള്ള പ്രധാനമായ ഒരു കാരണമായും കാണപ്പെടുന്നു. ഈ COPD രോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ ആസ്മ രോഗികൾ, ഇങ്ങനത്തെ ആളുകളിൽ ഈ ഇൻഫ്ലുവൻസ രോഗം വന്നിട്ടുണ്ടെങ്കിൽ രോഗം വളരെയധികം മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. ഒരു രോഗവുമില്ലാത്ത ഗർഭിണികൾ, അതല്ല ഷുഗറുള്ള രോഗികൾ, കിഡ്നി പേഷ്യൻസ്, ഇങ്ങനത്തെ ആൾക്കാരിലും ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ബാക്ടീരിയൽ ന്യൂമോണിയയുടെയും ഒരു സാന്ദ്രത ഈ സമയത്ത് വളരെയധികം കൂടുതലായി നമ്മൾ കാണുന്നു. സാധാരണ നമ്മൾ ന്യൂമോകോക്കൽ ന്യൂമോണിയ, അതല്ല ഇൻഫ്ലുവൻസ ന്യൂമോണിയ, ഈ രോഗങ്ങളൊക്കെ സാധാരണ കാലത്തേക്കാൾ വളരെയധികം ഈ മഴക്കാലത്ത് കൂടുതലായി നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ആസ്മ, COPD എന്നീ ശ്വാസമുട്ട് പോലുള്ള കാര്യങ്ങളും. ഇതൊക്കെ തണുപ്പ് കാലത്ത് നമ്മൾക്കൊക്കെ അറിയാം, ഈ ശ്വാസമുട്ട് വളരെയധികം കൂടുതലായി നമ്മൾക്ക് ഉണ്ടാകപ്പെടുന്നു. അത് പ്രധാനമായും അതിൻ്റെ കാരണം ഈ അന്തരീക്ഷത്തിലുള്ള മലിനീകരണം, അതേപോലെ തന്നെ വൈറസുകളുടെ സാന്നിധ്യം, പൂമ്പൊടി കൊഴിയുന്ന അവസ്ഥ, ഇതൊക്കെ കാരണമാണ് ഈ അസുഖം കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ ഒരുവിധം നമ്മൾക്ക് തടയാൻ സാധിക്കും നമ്മളുടെ പൊതു ശുചിത്വ അനുഭവത്തോടെ. ശരി ഡോക്ടർ. ഡോക്ടർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു മഴക്കാലം എന്നത് പനിക്കാലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പനിക്കാലത്ത് ശ്വാസകോശ രോഗങ്ങളെ എങ്ങനെ തടയാൻ സാധിക്കും? എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത്? അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്? എല്ലാ ശ്വാസകോശ രോഗങ്ങളും അതർവൈസ് നമ്മൾ പറയുകയാണെങ്കിൽ എയർബോൺ ഇൻഫെക്ഷൻസ്, വായുവിൽ നിന്ന് പടരുന്ന ഇൻഫെക്ഷൻസ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് പ്രധാനമായും നമ്മൾ ശുചിത്വ ഒരു മനോഭാവം പുലർത്തിക്കൊണ്ടാണ്. നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മൾ തൂവാല കൊണ്ടോ കൈയുടെ സ്ലീവ്സ് കൊണ്ടോ നമ്മൾ മുഖം മറച്ചുകൊണ്ട് ഇത് ചെയ്യുവാൻ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവരും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോവരുത്. നമ്മുടെ കുട്ടികൾക്ക് പനിയോ ചുമയോ ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വിടരുത്. പനിയും ചുമയുമുള്ള കുട്ടികളെ നിർബന്ധമായും സ്കൂളിലേക്ക് ഈ സമയം നമ്മൾ വിടാൻ പാടുകയില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്നാണ് വീട്ടിലുള്ള വയസ്സായവർക്കും അസുഖമുള്ളവർക്കും ഇൻഫെക്ഷൻ പടരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഇൻഫെക്ഷനെതിരെ ആദ്യമായി സ്വീകരിക്കേണ്ട മുൻകരുതൽ നമ്മളുടെ ക്ലെൻലിനെസ്, കോഫ് ഹൈജീൻ എന്നീ സംഭവങ്ങളാണ്. ഇതേപോലെ തന്നെ നമ്മൾക്ക് വാക്സിനുകൾ ഈ സമയത്ത് ലഭ്യമാണ്. ഈ ഇൻഫ്ലുവൻസ എന്ന അസുഖത്തിന് നമ്മൾക്ക് എല്ലാ കൊല്ലവും എടുക്കാവുന്ന ഒരു വാക്സിൻ ഉണ്ട്. അത് താരതമ്യേന ഒരു 1100-1200 രൂപയ്ക്ക് നമ്മൾക്കൊരു വാക്സിൻ കിട്ടും. മനസ്സിലാക്കേണ്ട കാര്യം എന്താ എന്ന് വെച്ചാൽ, ഇത് എല്ലാ കൊല്ലവും നമ്മൾ ഈ വാക്സിൻ എടുക്കണം.
ഇതെന്തുകൊണ്ട് എന്നാൽ നമുക്ക് തന്നെ അറിയാം, ഇക്കൊല്ലം അത് പക്ഷിപ്പനിയാണെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ പന്നിപ്പനി ആയിരിക്കും. എന്ന് വെച്ചാൽ വൈറസ് അതിൻ്റെ സ്ട്രെയിൻ മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാ കൊല്ലവും നമ്മൾ ഈ വൈറസിനെതിരെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഹൈ റിസ്ക് പേഷ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവർ, അതല്ല നിങ്ങൾക്ക് ആസ്മ, ശ്വാസമുട്ട് മുതലായ അസുഖങ്ങളുള്ളവർ, ഷുഗർ പേഷ്യൻസ്, സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്നവർ, കിഡ്നി പേഷ്യൻസ്, ലിവർ പേഷ്യൻസ് എന്നിങ്ങനെയുള്ളവർ ഇൻഫ്ലുവൻസ വാക്സിൻ നിർബന്ധമായും കൊല്ലം എടുക്കണം. 1100 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ 2 ഡോസ് 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന രൂപയേ ഉള്ളൂ. സോ അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്താൽ നമുക്ക് അത്രത്തോളം പൈസ ലാഭവുമാണ്, ആരോഗ്യത്തിന് അത്രത്തോളം നമ്മൾക്ക് ഗുണകരവുമാണ്. ഇതുപോലെ തന്നെ ന്യൂമോണിയക്കെതിരെയും നമുക്ക് വാക്സിൻ ലഭ്യമാണ്. നമ്മളുടെ WHO പറയുന്നതനുസരിച്ച് 65 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും ന്യൂമോണിയ വാക്സിൻ എടുക്കണം. ന്യൂമോകോക്കൽ വാക്സിൻ ഇത് 2 ഡോസാണ് ഉള്ളത്. സാധാരണ PCV13 ആദ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞാൽ PPSV23 എന്ന് പറഞ്ഞ വാക്സിൻ കൊടുക്കുന്നു. ഇത് രണ്ടും കൂടി 65 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലും എടുക്കാൻ പറ്റും. പക്ഷേ സാധാരണ അസുഖമുള്ള ആൾക്കാരിലാണ് നമ്മൾ 65 വയസ്സിന് താഴെയും ഇത് എടുക്കാൻ അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നെ ഹൈ റിസ്ക് ഒക്യുപ്പേഷനുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് നേഴ്സസ്, ഡോക്ടേഴ്സ്, അതല്ല പൊതുപ്രവർത്തകർ, ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരുമായി സംവദിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് വരാൻ വളരെ സാധ്യതയുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ ന്യൂമോകോക്കൽ വാക്സിൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ കുട്ടികൾക്കുള്ള വാക്സിനേഷനിൽ ന്യൂമോകോക്കൽ വാക്സിൻ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. അതിലും 3 ഡോസും ബൂസ്റ്റർ കോഴ്സും ഒക്കെ ആയിട്ട് അത് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അഡൽട്സിനും എടുക്കേണ്ടതാണ്. 2 ഡോസ് മതി. 2 ഡോസ് കൃത്യമായി നമ്മൾ എടുക്കണം. എന്നാൽ താരതമ്യേന ഇതിന് വില കുറച്ച് കൂടുതലാണ്. PCV13 ഏകദേശം ഒരു 3500 രൂപയുടെ അടുത്ത് വില വരും. മറ്റേതിന് ഒരു 1500 രൂപയുടെ അടുത്ത് വില വരും. എന്നാൽ ഇത് ഒരുവിധം ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നതാണ്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾക്ക് ഒരു 60 മുതൽ 70% ന്യൂമോണിയയെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പണ്ടത്തെ മാസ്ക്, നമ്മൾ പണ്ട് കൊറോണ സമയത്ത് ഉപയോഗിച്ച ആ മാസ്ക് നമ്മൾ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ്. എല്ലാവരെയും കൂട്ടി കല്യാണം കഴിക്കുമ്പോൾ മിക്കവാറും ആ കല്യാണമോ ഒരു എന്തെങ്കിലും ഒരു സഭയിലുള്ള ഫംഗ്ഷനോ കഴിയുമ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രിക്റ്റായി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ അതിലേക്ക് പോകുവാൻ പാടുകയില്ല. ഡോക്ടർ, ഇതേപോലെ തന്നെ പുകവലി തീരെ പാടുകയില്ല. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി പിന്നെ സ്വയം ചികിത്സ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഫെക്ഷൻ വന്നു, ആദ്യം അതൊരു പനിയും മേലുവേദനയായിട്ടാവും തുടങ്ങാം. ഉടനെ നമ്മൾ കടയിൽ പോയി പാരസെറ്റമോൾ വാങ്ങി കഴിക്കും. ചിലപ്പോൾ അതൊരു വൈറൽ പനി ആയിരിക്കും. ആ വൈറൽ പനിക്ക് അപ്പോൾ നമ്മൾ സമയത്തിന് മരുന്ന് ഉപയോഗിക്കാതെയും ഇരിക്കുന്നു. അതും നമ്മളുടെ വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് അതിനനുസരിച്ച് കൃത്യമായി ചികിത്സ തേടുക. അതല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ മാത്രം പോയി മരുന്ന് വാങ്ങുന്ന പ്രവണത നല്ലതല്ല. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഒരു മഴക്കാലത്ത് ശ്വാസകോശ രോഗമുള്ളവർ, ഉദാഹരണത്തിന് ആസ്മ, അലർജി, ഇങ്ങനെ അസുഖമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്? ആസ്മ രോഗമുള്ളവർക്ക് തണുത്ത സമയത്ത് വളരെയധികം ശ്വാസം മുട്ട് കൂടുതലായി കാണുന്നു. എന്നാൽ നമ്മൾ പറയുന്നത് പോലെ എല്ലാ ആസ്മ രോഗികളിലും ഈ തണുത്ത വെള്ളം കുടിച്ചാലോ ഐസ്ക്രീം കഴിച്ചാലോ മഴ കൊണ്ടാലോ ആസ്മ കൂടുതലായി കാണണമെന്നില്ല. ഓരോ ആസ്മ രോഗികളിലും എന്താണ് അവർക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഫസ്റ്റായി കണ്ടെത്തണം. അത് പ്രധാനമായും രോഗിക്ക് തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവൾ തന്നെ പറയും, ഞാൻ മാവാലടിക്കുമ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ അവൾക്ക് തന്നെ അറിയുന്നതാണ്. ചില തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവൾക്ക് ശ്വാസം മുട്ടുന്നു. ഈ സംഭവങ്ങൾ അവർ പ്രധാനമായും ഒഴിവാക്കണം. തണുത്ത സമയത്ത് ശ്വാസം മുട്ട് കൂടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തണുപ്പ് അധികമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. തണുപ്പ് കാലത്ത് ശ്വാസം മുട്ട് കൂടുന്നു എന്നതിൻ്റെ പ്രധാനമായ കാര്യം വൈറസ് ബാധയാണ്. അതിനെതിരെ ഉള്ള നേരത്തെ പറഞ്ഞ എല്ലാവിധ മുൻകരുതലുകളും നമ്മൾ എടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 3-4 ലെയറൊക്കെയായി കർട്ടൻ ഇടുന്നതിന് പകരം എപ്പോഴും കഴുകി ഉണക്കാവുന്ന ഈസി ആയിട്ടുള്ള കേർട്ടൻസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ കാർപ്പറ്റ്സും വളരെ എളുപ്പമുള്ളത് യൂസ് ചെയ്യുക. ലവ് ബേർഡ്സ്, അതല്ല കോഴി, ഇങ്ങനത്തെ സാധനങ്ങൾ, പൂച്ച, മുടി കൊഴിയുന്ന പോലെ പൂച്ച, ഇങ്ങനത്തെ സാധനങ്ങൾ ആസ്മ രോഗികൾക്ക് നല്ലതല്ല. ഈ തരം പെറ്റ്സിനെ കഴിയുന്നതും ഒഴിവാക്കുക. നിങ്ങൾക്ക് ശ്വാസമുട്ടുണ്ടെങ്കിൽ ഇവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശ്വാസമുട്ട് കൂടുവാൻ വളരെയധികം സാധ്യതയുണ്ട്.
ലവ് ബേർഡ്സ് ആണ് കോഴിയുമാണ് ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ട് ഉണ്ടാക്കുന്നതായിട്ടൊക്കെ നമ്മളുടെ നാട്ടിൽ കാണുന്നത്. അതൊക്കെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുക. നമ്മളോ നമ്മുടെ പാർട്ട്നേഴ്സോ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും പുക വലിക്കുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. നമ്മൾ പ്രധാനമായും നമ്മുടെ ബെഡുകളൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് തട്ടി ക്ലീൻ ആക്കുക. ബെഡിന് ബെഡ് കവേഴ്സ് യൂസ് ചെയ്യുക, പില്ലോന് പില്ലോ കേസസ് യൂസ് ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെഷീൻ വാഷോ എന്തെങ്കിലും നമ്മൾ നന്നായി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താൽ തന്നെ പകുതി നമുക്ക് ശ്വാസം മുട്ട് കുറയും. നിങ്ങൾക്ക് പൊടിയടിക്കുമ്പോൾ നല്ല ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പൊടിയടിക്കാതിരിക്കുക. പിന്നെ പ്രധാനമായും നോക്കേണ്ടത് ഇൻഹേലേഴ്സ് ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഉപയോഗിക്കുക. ഇൻഹേലേഴ്സ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ രാവിലെ ശ്വാസം മുട്ട് വരുന്നു, അതല്ല ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും രാത്രി ഉറക്കത്തിൽ ശ്വാസം മുട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആസ്മ കൺട്രോൾ അല്ല. അപ്പോൾ നിങ്ങളുടെ ഇൻഹേലറിൻ്റെ ഡോസ് കൂട്ടേണ്ടതായി വരും. അപ്പോൾ നിങ്ങൾക്ക് മരുന്ന് തന്നിട്ടുള്ള ഡോക്ടറിനെ കാണുക. ഇതിനോടനുബന്ധിച്ച് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ആസ്മ രോഗികളിൽ നമ്മൾ വൈകുന്നേരം അലർജിക്കുള്ള ഗുളിക കൊടുക്കാറുണ്ട്. ഈ അലർജിക്കുള്ള ഗുളികകളിൽ പകുതി ഗുളികകളും ഉറക്കമുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മഴക്കാലമാകുമ്പോൾ റോട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ ഡ്രൈവേഴ്സാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ മോട്ടോർ ബൈക്കോ എന്തെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറിനോട് പറയുക നിങ്ങൾ രാവിലെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്, രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക. ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം കൊല്ലത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ കേൾക്കാനുണ്ട്. ഹലോ പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ പറഞ്ഞോളൂ. കേൾക്കാനുണ്ട്. മൂക്കിന്റെ പാലം കേൾക്കാനുണ്ട്. മൂക്കിന്റെ പാലം വളവുള്ളതുകൊണ്ട് ചെറിയ ശ്വാസം മുട്ടില്ല. അപ്പൊ പകൽ സമയത്തൊന്നും കുഴപ്പമില്ല. രാത്രി ഉറങ്ങുന്ന സമയത്ത് വായിൽ കൂടെയാണ് ശ്വാസം എടുക്കുക. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതുകൊണ്ട് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ അതിൽ നിങ്ങളുടെ മൂക്കിന്റെ പാലം കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മൂക്കിന്റെ പാലം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കുന്നത് മൂക്കിന്റെ പാലം കൊണ്ട് തന്നെയാണോ? മൂക്കിന്റെ പാലം കൊണ്ട് മാത്രമാവാൻ സാധ്യതയില്ല. സാധാരണ ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ അപ്പൊ അലർജി ഉള്ള ആളുകളിൽ ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൂക്കിന്റെ ഉള്ളിൽ പോളിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്മോയിഡൽ പോളിപ്പ് എന്ന് പറഞ്ഞാൽ അലർജി ഉള്ളവരിൽ ഉണ്ടാവുന്ന പോളിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രാത്രി ശ്വാസം മുട്ട് ഉണ്ടാവുന്നത് പ്രധാനമായും നിങ്ങൾക്ക് അലർജി ഉള്ള ആളുകളിൽ ഒരു 30 മുതൽ 50% വരെയുള്ള അലർജി ഉള്ള ആൾക്കാരിൽ ആസ്മ രോഗം ഉണ്ടാവും. അപ്പോൾ രാത്രി ശ്വാസം മുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആസ്മ രോഗത്തിന്റെ ഭാഗമായിരിക്കും. മൂക്കിന്റെ പാലം വളഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രാത്രി ശ്വാസം മുട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് ആസ്മയോ പോളിപ്പോ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന രോഗമുണ്ടോ എന്ന കാര്യം കൂടി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ അടുത്തുള്ള ഒരു ശ്വാസകോശ വിദഗ്ധനെയോ അതല്ലെങ്കിൽ ENT ഡോക്ടറെയോ കണ്ടിട്ട് ഈ 3 അസുഖങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന കാര്യം നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മൊബൈലോ നെറ്റോ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറക്കത്തിൻ്റെ കൂർക്കം വലിയുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനെയർ പോലെ കുറേ ചോദ്യാവലി പോലത്തെ സംഭവമുണ്ട്. അതൊന്ന് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ കുറേ ക്വസ്റ്റ്യൻസിന് ഉത്തരം അതെ എന്നാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ കൂർക്കം വലി അസുഖം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ശ്വാസകോശ വിദഗ്ധനെയോ ENT സർജനെയോ പോയി കാണുക. അവരത് നോക്കി PFT ടെസ്റ്റോ PFT സ്പൈറോമെട്രി ടെസ്റ്റ് അതല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ടെസ്റ്റ് അതല്ലെങ്കിൽ മൂക്കിൻ്റെ എൻഡോസ്കോപ്പിയോ ചെയ്ത് ഇതിലേതാണ് അസുഖമെന്ന് കണ്ടുപിടിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മരുന്ന് തന്നാൽ ഇത് മാറുന്നതാണ്. ഉറക്കത്തിലെ ശ്വാസം മുട്ട് വെറുതെ നമ്മൾ ഈസിയായി എടുക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ശ്വാസം മുട്ടിൻ്റെ ലെവൽ ഒന്ന് കൂടി എന്നാണ്. അത് കൃത്യമായും നമ്മൾ മരുന്ന് ഉപയോഗിച്ച് കൺട്രോൾ ആക്കേണ്ടതുമാണ്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ മൂക്കിന്റെ പാലത്തിന്റെ വളവ് മാത്രമായിരിക്കില്ല സഹോദരന്റെ കാര്യം. ശരി ഡോക്ടർ, ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും പനി മാറിയാലും ചുമയും കഫക്കെട്ടും വിട്ടുമാറാതെ തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അത് നീണ്ടു നിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും?
ഇത് മിക്കവാറും ഈ പനികളൊക്കെ വൈറൽ പനികളാവാനാണ് സാധ്യത. അങ്ങനത്തെ സമയത്ത് ഒരു പോസ്റ്റ് വൈറൽ ബ്രോങ്കിയൽ ഹൈപ്പർ റിയാക്ടിവിറ്റി എന്ന് വെച്ചാൽ വൈറസ് പോയി കഴിഞ്ഞാലും നമ്മൾ ആസ്മ രോഗം പോലെ, ആസ്മയല്ല പക്ഷെ വൈറസ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലോങ്കസ് എന്ന് വെച്ചാൽ ശ്വാസകോശം വളരെയധികം റിയാക്ട് ചെയ്യുന്നു. എന്ത് കുഞ്ഞു കാര്യം എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നു. അത് സാധാരണ ഒരു 8 ആഴ്ച 6 മുതൽ 8 ആഴ്ച വരെ ചില ആളുകളിൽ കാണും, ചിലരിൽ 2 മുതൽ 4 ആഴ്ച വരെ. അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് കഫമുള്ള തരം ചുമയല്ല, ഒരു ഡ്രൈ കോഫ് പോലെ കുറേ കാലം അത് പ്രൊലോങ് ചെയ്ത് കാണുന്നു. ഇത് യൂഷ്വലി നമ്മൾ ഇതിന് മരുന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഇൻഫെക്ഷൻ അല്ല. ആ ഇൻഫെക്ഷൻ അവരുടെ പോയി കഴിഞ്ഞു, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ കൂടുതലുള്ള ഒരു അവസ്ഥ, ഒരു ഹൈപ്പർ റിയാക്ടിവിറ്റി അവസ്ഥ. അതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല ആൾക്കാരും ഒരു GERD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വയറ്റിലെ ആസിഡ് മുകളിലേക്ക് തികട്ടി വരുന്ന ഒരവസ്ഥ കാണും. അങ്ങനത്തെ ആൾക്കാരിൽ ഇവരുടെ തൊണ്ടയിൽ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ പോലെ നമ്മൾ നാക്കേണ്ട ഒരു അവസ്ഥ വരുന്ന പോലെ അങ്ങനെ കാണും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ വെറുതെ നമ്മളൊരു ഗ്യാസിൻ്റെ മരുന്ന് കൃത്യമായി കൊടുത്താൽ തന്നെ ഈ ചുമ നന്നായി കുറയും. അപ്പോൾ അവർക്ക് ഗ്യാസ് ആണെന്നത് മനസ്സിലാവില്ല, കാരണം അവർക്കത് തൊണ്ടയിൽ ഇറിറ്റേഷൻ ചുമയായിട്ടാണ് വരിക. അവർക്ക് ചിലപ്പോൾ ഒരു മാസത്തോളം നമ്മൾ ഈ ഗ്യാസിൻ്റെ മരുന്ന് പോലത്തെ മരുന്ന് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഈ ഹൈപ്പർ റിയാക്ടിവിറ്റി ആവും. ഇതുമല്ലെങ്കിൽ സൈനസൈറ്റിസ് ആവും. നമ്മുടെ സൈനസിന് ചെറിയ നീര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗികളിൽ എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ ചുമയായിട്ടാണ് കാണാം, പക്ഷെ അവർക്ക് വെറുതെ വായയിൽ വെള്ളം ഇളക്കുമ്പോൾ കഫം ഇളങ്ങണ പോലെ തോന്നും. ദാറ്റ് ഈസ് മൂക്കിൽ നിന്ന് നമുക്ക് വായയിലേക്ക് കഫം ഇളങ്ങി വരുന്ന പോലെ തോന്നും. അതാണെങ്കിൽ നിങ്ങൾക്ക് സൈനസിൻ്റെ പ്രശ്നമായിരിക്കും. ഈ 3 സംഭവങ്ങൾ കാരണമാണ് പ്രധാനമായും നമുക്കൊരു ഇൻഫെക്ഷൻ കഴിഞ്ഞാലും കുറച്ചൊരു 2 മുതൽ 4 ആഴ്ച വരെ വളരെ ഡിസ്ട്രെസ്സിങ് ആയി ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു ചുമ, നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് പോകാൻ പറ്റാത്ത പോലത്തെ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ചുമയ്ക്കുന്ന ഒരവസ്ഥ കാണുന്നത്. ഇതിനെല്ലാം നമ്മൾ എന്താ കോസ് എന്ന് നോക്കണം. ഈ 3 കാര്യത്തിൽ എന്തുകൊണ്ട് ഇവർ ചുമയ്ക്കുന്നു നോക്കി കൃത്യമായി ചികിത്സിച്ചാൽ അത് മാറുന്നതാണ്. സാധാരണ പോസ്റ്റ് വൈറൽ ബ്രോങ്കിയൽ ഹൈപ്പർ റിയാക്ടിവിറ്റി സാധാരണ 2-4 ആഴ്ച ആണ് സാധാരണ നിൽക്കുക. അത് കഴിഞ്ഞാൽ തന്നെ അത് മാറിപ്പോകുന്നതാണ്. എന്നാൽ ഇത് ചില ആളുകളിൽ ആസ്മയുടെ തുടക്കമായും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണെന്ന് നോക്കി കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ശരി ഡോക്ടർ. ഈ ശ്വാസകോശ രോഗങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈ ഒരു അസുഖം വരുമ്പോൾ ഉണ്ടാകുന്ന സൂചനകൾ എന്തെല്ലാമായിരിക്കും? ഇത് ഏത് അസുഖമെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ആസ്മയൊക്കെ ആണെങ്കിൽ നമ്മൾക്കത് സിംറ്റംസ് ആയി തന്നെയാണ് പേഷ്യൻ്റ് ആദ്യമായിട്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ മുൻപേ പ്രതിരോധിക്കുന്ന പോലെ ഒരു ആസ്മയില്ല. പക്ഷെ നമ്മുടെ പാരൻസിൽ 2 ആൾക്കാർക്കും ആസ്മയുണ്ടെങ്കിൽ ഒരു 30 പാരൻസിൽ ആർക്കെങ്കിലും ആസ്മയുണ്ടെങ്കിൽ ഒരു 33% സാധ്യതയുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആസ്മയുണ്ടാവാൻ. അങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് തന്നെ നമ്മൾ ചില വൈറ്റമിൻ D പോലത്തെ വൈറ്റമിൻസ്, കൂടുതൽ കാലം ബ്രസ്റ്റ് ഫീഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളുടെ നാട്ടിൽ ഞങ്ങൾ പറയുന്ന ഒരു ഹൈപ്പോതെസിസ് ഉണ്ട്, ഡച്ച് ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞ സംഭവം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായി ജീവിക്കുന്ന കുട്ടികളിലാണ് നമുക്ക് ആസ്മ കൂടുതലായി കാണാം. എന്ന് വെച്ചാൽ തീരെ പൊടിയായിട്ട് ഇവർ മിങ്കിൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് ചെറിയ പൊടി വന്നാൽ തന്നെ ഈ ആസ്മ സാധ്യതയുള്ള രോഗികളിൽ ആസ്മ കൂടുതലായി കാണുന്നു. പിന്നെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക ആസ്മ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അവരുടെ വീട്ടിൽ പുകയിലെ ഉപയോഗം, നമ്മുടെ അടുക്കളയിലെ പുക, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ പുക, ഇതൊക്കെ കഴിയുന്നതും മിനിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആസ്മ വരാനുള്ള ടെൻഡൻസി ഒന്ന് കുറയുന്നതായിട്ട് കാണാറുണ്ട്. എന്നാലും ആസ്മ ഒരു ജനറ്റിക് അസുഖമായതുകൊണ്ട് പൂർണ്ണമായും നമ്മൾക്ക് വരാതിരുത്താം എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ COPD, ആ ശ്വാസമുട്ട് പോലത്തെ രോഗങ്ങളാണെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പോഷേഴ്സ് കുറച്ചാൽ തന്നെ നമുക്ക് ആ അസുഖം വരാതിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് വീട്ടിൽ വിറകടുപ്പാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പുകയില തീയിൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്താൽ, ഇപ്പോൾ പെയിൻറ്റിംഗ് ആണ് നിങ്ങളുടെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസമുട്ട് പോലത്തെ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അവർ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക, ഇതുപോലത്തെ ജോലികളൊക്കെ നിങ്ങൾക്ക് ശ്വാസമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജോലിയാണ്. ടാറിങ് ജോലി, റോഡ് പണി, പിന്നെ പാള പൊട്ടിക്കുന്ന ജോലി, ക്വാറിയിലെ പണി, ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി നിങ്ങളുടെ ശ്വാസകോശത്തിന് പറ്റുന്ന ജോലിയല്ല, ഇത് മാറ്റുവാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നെ കോഴി വളർത്തുന്ന ജോലി, ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്ന ജോലിയല്ല, നിങ്ങൾ പൊടി അടിക്കാത്ത തരം ജോലികൾ ചെയ്യേണ്ടതാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ഇവരുടെ ശ്വാസകോശം മോശമാവുന്നത് ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ശരി ഡോക്ടർ, മനസ്സിലായി. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഷാജഹാനാണ്. കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്കൂളുകളിലാണ്. പ്രേക്ഷകൻ ഡോക്ടറോട് ചോദ്യം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ തിരുവനന്തപുരം കല്ലമ്പലത്ത് നിന്ന് ഷാജഹാനാണ് വിളിക്കുന്നത്. ഹലോ.
എന്റെ ഈ രണ്ട് മൂക്കും രാത്രിയാകുമ്പോൾ അടയ്ക്കുന്നുണ്ട്, sir. വാഗൊണ്ടാ ശ്വാസം വിടുന്നത്. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. മൂക്കടയുമ്പോൾ സാറിന് എന്തൊക്കെയാ തോന്നുന്നത്? എന്തൊക്കെ ബുദ്ധിമുട്ടാ തോന്നുന്നത്? മൂക്കടയുന്നു എന്നതുകൊണ്ട് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നത്? ചരിഞ്ഞ് കിടക്കുമ്പോ രണ്ട് മൂക്കും അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ വാഗൊണ്ടാ ശ്വാസം രണ്ട് വിടുന്നത്. മൂക്കും അടഞ്ഞ് സാർ വായൽ കൂടെ അതെ. ആ വായ കൊണ്ട് ശ്വാസം വിടുന്നത് സാളാണോ അറിയുന്നത്, അതോ സാറിന്റെ കൂടെ കിടക്കുന്ന ആളുകളാണോ പറയുന്നത് കൂർക്കമ്പലിയുണ്ട്, അതല്ല അങ്ങനെ വല്ല ബുദ്ധിമുട്ടുമാണോ ഉണ്ടാകുന്നത്? അല്ല, എനിക്കാ ബുദ്ധിമുട്ടല്ല, മറ്റുള്ള ആൾക്കാർക്ക് കൂർക്കമ്പലിയായിട്ടില്ല. വാഗൊണ്ട് ശ്വാസം വിടുമ്പോ പിന്നെ വെള്ളം കുടിച്ച് വാ ട്രൈ അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന്റെ മൂക്കിന്റെ ഭാഗം അപ്പൊ സാറിന്റെ മൂക്കിന്റെ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ സൈനസിൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പോളിപ്പോ ഉണ്ടോ എന്ന കാര്യം സാർ ഒരു ENT ഡോക്ടറെ കണ്ട് അത് നോക്കേണ്ടതാണ്. അങ്ങനെയുണ്ടോ എങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള, അത് വളരെ സിമ്പിളാണ്. അത് അവർ OP പോയാൽ തന്നെ ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റ്, അത് OP ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻഡോസ്കോപ്പി ഉണ്ട്. അത് വെച്ചിട്ട് അവർ മൂക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവമെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ചികിത്സ യൂസ് ചെയ്യാം. ഇപ്പോൾ പോളിപ്പൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ, ഓപ്പറേഷൻ എല്ലാവരിലും ചെയ്യണം എന്നില്ല, അവർക്ക് ചിലവർക്ക് ഈ ജസ്റ്റ് മൂക്കിൽ സ്പ്രേ ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് മൂക്കിൻ്റെ പ്രശ്നം ഒരുവിധം പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് വായയിലൂടെ ശ്വാസം വലിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതല്ല വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ അതിന് മെഷീൻസ് ഉണ്ട്. അങ്ങനെ പലവിധ നമ്മുടെ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ചോദിക്കാനുള്ള ഇനി ഒരു ചോദ്യം, ഇതിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്, അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ചികിത്സാ മാർഗം എന്താണ്? ഇൻഫെക്ഷൻസിന് പൊതുവെയായി നമ്മളുടെ ചികിത്സാ മാർഗം വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റി വൈറൽ മരുന്നുകളാണ്. ആൻറ്റി വൈറൽ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ മരുന്ന് കിട്ടുന്നതാണ്. മെഡിക്കൽ കോളേജ് പോലെ ഗവൺമെൻറ് സംവിധാനമാണെങ്കിൽ ഫ്രീ ആയി കിട്ടുന്നതാണ്. അതല്ലെങ്കിലും വലിയ 5 ദിവസത്തെ കോഴ്സാണ്. 2 നേരം മരുന്ന് കഴിച്ചാൽ തന്നെ ആ മരുന്ന് ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഗം തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മരുന്ന് കഴിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ പിന്നിൽ വലിയ ഗുണമുണ്ടാവില്ല. കാരണം ഈ വൈറസ് ബാധ വളരെ പെട്ടെന്ന് വ്യാപിക്കും. 2 ലങ്സിലെയും സാധാരണ ന്യൂമോണിയൊക്കെ ഒരു ഭാഗത്തെ തുടർന്ന് പതുക്കെ 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 മറ്റേ ഭാഗത്തേക്ക് പോവുള്ളൂ. വൈറൽ പനിയുടെ ഇത് 2 ഭാഗം ഒരേപോലെയാണ് ബാധിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ന്യൂമോണിയക്കെതിരെ ബാക്കിയെല്ലാ ന്യൂമോണിയയും ബാക്ടീരിയൽ ന്യൂമോണിയകളാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് ന്യൂമോണിയാണ് എന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം മദ്യപിച്ച് വരുന്ന ന്യൂമോണിയയും നമ്മൾ ശ്വാസം വലിച്ച് വരുന്ന ബാക്കി അസുഖമുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന ന്യൂമോണിയും, അതല്ല നോർമലായി ഹെൽത്തി ആയുള്ള ആൾക്കാരിലുള്ള ന്യൂമോണിയും ഡയബറ്റിക് ആൾക്കാരിലുള്ള ന്യൂമോണിയും, ഇതെല്ലാം വേറെ വേറെ ഓർഗാനിസംസ് ആണ്. ഇതിൽക്കൊക്കെ വേറെ വേറെ ആൻറ്റിബയോട്ടിക്കുകളാണ്. എല്ലാവർക്കും ഒരേ ആൻറ്റിബയോട്ടിക് അല്ല നമ്മൾ കൊടുക്കുന്നത്. അതിനനുസരിച്ച് മരുന്ന് ഉപയോഗിച്ച്, പിന്നെ കഫം പോവാനുള്ള മരുന്നുകൾ, ബ്രോങ്കോ ഡൈലേറ്റുകൾ, ശ്വാസകോശം വികസിപ്പിക്കുന്ന മരുന്നുകൾ എല്ലാം കൊടുത്താൽ ന്യൂമോണിയ നമ്മൾക്ക് മരുന്ന് ഉപയോഗിക്കുന്നതാണ്. ശ്വാസമുട്ട്, ആസ്മ, COPD രോഗമുള്ളവർക്ക് പ്രധാനമായ ചികിത്സ ഇൻഹേലറുകളാണ്, ഗുളികകളല്ല. അവരിൽ പ്രധാനമായും ഇൻഹേലുകൾ തന്നെ യൂസ് ചെയ്യണം. ഏത് ഇൻഹേലറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അത് തന്നെ ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും സാൽബ്യൂട്ടമോൾ ഇൻഹേലർ മാത്രം ഉപയോഗിക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, നീല ഞാൻ ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയം പൂർണ്ണമാവുകയാണ്. തണുപ്പ് കാലത്തുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ചേർന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി രാജേന്ദ്രനാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.